ബഹുമാനപ്പെട്ട കമ്പാച്ചന്മാരെ, അന്നരായ ഐഡിയൽ സെക്ഷൻ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവർ, ബഹുമാനപ്പെട്ട പൂവാട് അച്ഛനെ പറ്റി ചിന്തിക്കുമ്പോൾ അച്ഛനുമായിട്ട് പരിചയമുള്ള എല്ലാവർക്കും നല്ല മധുര സ്മരണകൾ അയർക്കുന്നതൊക്കെ വന്നുള്ളതായ ഇടപെടലാണ് അച്ഛൻ അവരോടൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. ഈ ദേവാലയത്തിൽ ചുമതലക്കാരായി പ്രവർത്തിക്കുന്നതായ സമയത്തും അതിനുമുമ്പും ബഹുമാനപ്പെട്ട പൂവാടച്ചനുമായിട്ട് അടുത്ത് ഇടപെടുവാനൊക്കെ വേണം ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ മുഖ്യമായും മലബാർ ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങൾ ആയിരുന്നു എങ്കിലും അച്ഛൻ നാട്ടിലുള്ള സമയത്തൊക്കെയും നാട്ടിലുള്ള ദേവാലയങ്ങളും നാട്ടിലുള്ള മറ്റു കാര്യങ്ങളൊക്കെയും സഹകരിക്കുന്നതിന് അങ്ങേയറ്റം താല്പര്യം കാണിക്കുന്നുണ്ട്. അച്ഛൻ നാട്ടിൽ തന്നെ സ്ഥിരതാമസമായ അവസരങ്ങളൊക്കെയും ഈ ദേവാലയത്തോടും ദേവാലയ സംബന്ധമായ കാര്യങ്ങളൊക്കെയും വളരെ താല്പര്യത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ജൂനിയേഴ്സായി പ്രവർത്തിക്കുന്നതായ വേദികളൊക്കെയും അച്ഛൻ സ്നേഹം മാത്രമല്ല വളരെയധികം ആദരവോടും ബഹുമാനത്തോടും ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ആശ്ചര്യവും അതിന്റെ തുല്യമായ സന്തോഷവും തോന്നിയിട്ടുണ്ട്. ഏതാനും ദിവസം മുമ്പ് അച്ഛൻ വഴക്കി നിൽക്കുമ്പോൾ ഞാൻ അച്ഛൻ സമീപത്ത് നിന്ന് യോജിപ്പിച്ച അവസരത്തിൽ അച്ഛൻ മരണം മുൻകൂട്ടി കണ്ടു എന്നുള്ളതായ ചിന്തയുള്ളതായ സംസാരം പറയുകയായി. അച്ഛൻ ദേവാലയത്തിൽ നിന്നും മാറിപ്പോവുകയാണെങ്കിൽ അറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്, അച്ഛൻ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഉണ്ടായിരിക്കുന്ന ചെയ്തു തരണമെന്നുള്ളതായ ഒരു വാക്ക് ഏതാനും ദിവസം മുമ്പ് പറഞ്ഞത് ഞാൻ തമാശയോടെ കേട്ടാണെങ്കിലും ഇന്നലെ അച്ഛൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. അച്ഛൻ പക്ഷേ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ കാര്യം ഉറപ്പിച്ചതാണ്. ഞാൻ പറയുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഒച്ച പറയുകയാണ്, എൻ്റെ അച്ഛ മരണത്തിന് ശേഷം എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്, അതൊക്കെ എങ്ങനെയാണ്, അതെല്ലാം അലക്കി തേച്ച് മടക്കി എല്ലാം എഴുതി അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി പുറത്ത് വെച്ച് ശവസംസ്കാര ശുശ്രൂഷകൾ ക്രമീകരണം എങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെയും എഴുതി തയ്യാറാക്കി കവറിൽ ഒട്ടിച്ച് അതിന് പുറത്ത് വെച്ചത് എന്ന് പറയുമ്പോൾ അച്ഛൻ മരണത്തിന് വേണ്ടി എത്രമാത്രം ഒരുങ്ങി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഞാൻ ഈ ദേവാലയ ചുമതലക്കാരൻ വന്നതായ ആ സമയത്ത് ഏകദേശം 8 വർഷം പുറകെ അച്ഛൻ എന്നോട് പറഞ്ഞാൽ എനിക്ക് കിടക്കുവാൻ ഒരു കവറുണ്ടായ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അതിനുള്ള അവസരം നൽകണമെന്ന് പറയുമ്പോൾ ഞാൻ അച്ഛൻ തമാശ ചോദിച്ചു, അച്ഛൻ എന്നെ ഇത്രയും നേരത്തെ കവർ പണിയുന്നത്. അന്നേരം അച്ഛൻ പറഞ്ഞത് ധൃതിയിലൊക്കെ പണിയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ ഉണ്ടാകുമല്ലോ, എനിക്ക് തന്നെ നിന്നത് പണിയിപ്പിക്കാൻ സാധിക്കുന്ന അവസരം ഉണ്ടാകുമെന്ന് തന്നെ അച്ഛൻ്റെ ആഗ്രഹത്തിന് ഇവിടുത്തെ മാനേജ്മെന്റ് വരികയും സമൂഹം പോവുകയും അച്ഛൻ ഏറെക്കുറെ 8 വർഷം പുറകെ തന്നെ വളരെ മനോഹരമായ രീതിയിലുള്ളതായ കവർ അച്ഛൻ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥാനത്ത് ആ കവർ നിർമ്മിച്ചിട്ടുള്ളതും അച്ഛൻ മരണത്തിലേക്കുള്ള ഒരുക്കത്തിൻ്റെതായ അനുഭവത്തിൻ്റെതായ തെളിവുകളാണ്. യഥാർത്ഥമായ സ്വർഗത്തിലേക്ക് പോകുന്ന വ്യക്തിക്ക് മാത്രമേ മരണത്തിന് വേണ്ടി ഒരുങ്ങുവാനും അതിനെ വേണ്ടവണ്ണം സ്വീകരിക്കാത്തവണ്ണം സാധ്യമാകുള്ളൂ. ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു ഉത്തമ വിശ്വാസിയായിരുന്നു. താൻ ഘോഷിക്കുന്നതായ സുരക്ഷിതമായ കാര്യങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ 100% നിർവൃതിയായി തീരുമെന്നുള്ളതായ ആഗ്രഹിക്കുന്നതായ വ്യക്തിയായിരുന്നു. തീർച്ചയായും അച്ഛൻ കടന്നു പോകുന്നത് ആകസ്മികമായിട്ടാണ്. വള്ളിക്കാടുള്ളതായ പെരുന്നാൾ അതിലെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന വ്യക്തിയാണ്. പെരുന്നാൾ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ അല്പം ക്ഷീണമുണ്ടാകും കടക്കട്ടെ എന്ന് പറഞ്ഞ് മാറി കടന്നപ്പോഴും അച്ഛൻ ഈ ലോകത്തിൽ കടന്നു പോകാനുള്ള വൈകല്യ അനുഭവമാണ് ഞങ്ങൾ ആരും ചിന്തിച്ചിരുന്നില്ല. തീർച്ചയായും